ഇനി ഇതാ നമ്മൾ ഈ ഓണക്കാലത്ത് ഒരു പിടി സിനിമ റിലീസുകൾ സാധാരണയായി ഉണ്ടാകാറുണ്ട്. ഓണം എന്നതിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പല നിർമ്മാതാക്കളും ഓണത്തിന് റിലീസ് ചെയ്യാം. അങ്ങനെ മുൻനിര താരങ്ങളുടെയൊക്കെ ഒരു മത്സരമായിരുന്നു ഒരു സമയത്ത് കേരളത്തിലെ തിയേറ്ററുകളിൽ നമ്മൾ കണ്ടു തുടങ്ങിയത്. പക്ഷേ പിന്നീട് ഈ സിനിമാ ഹിറ്റുകളുടെ രീതിയും മാറിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ പ്രമുഖ നടനോ നടിയോ ഒന്നും വേണമെന്നില്ല ചില സിനിമകളൊക്കെ ഹിറ്റാകാൻ. എന്തായാലും ഓണക്കാലത്ത് സൂപ്പർ ഹിറ്റായി ഓണച്ചിത്രങ്ങൾ കുതിക്കുമ്പോൾ തിയേറ്ററുകളിൽ ഓണം ആഘോഷിച്ച് ജീവനക്കാരും കുടുംബാംഗങ്ങളും. ഓണച്ചിത്രങ്ങളുടെ വിജയവും ഈ ആഘോഷങ്ങളിൽ പ്രകടമായിരുന്നു. സംസ്ഥാനമൊട്ടാകെ ഓണാഘോഷങ്ങൾ കെങ്കേമമായി കൊണ്ടാടുകയാണ്. സംസ്ഥാനത്തെ തിയേറ്ററുകൾക്കും അക്ഷരാർത്ഥത്തിൽ ഓണക്കാലമാണ്. കാരണം ഓണത്തിന് ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ ഹൗസ്ഫുൾ ഷോകളായി ഓരോ തിയേറ്ററിലും ഓടുന്ന കാലം എല്ലാ മലയാളികൾക്കും മറക്കാൻ പറ്റാത്തതാണ് ഓണക്കാല ചിത്രങ്ങളും. അതുകൊണ്ട് തിയേറ്ററിലെ ജീവനക്കാർക്കും മറ്റുമൊക്കെ പലപ്പോഴും ആഘോഷിക്കാൻ വലിയ അവസരങ്ങൾ കിട്ടാറുമില്ല. പക്ഷേ ഇത്തവണ വലിയ ആഘോഷമാണ്. നമ്മളിപ്പോൾ കോഴിക്കോട് അപ്സര തിയേറ്ററിലാണുള്ളത്. എങ്ങനെയാണ് ഇത്തവണത്തെ ഓണച്ചിത്രങ്ങൾ എങ്ങനെയുണ്ട്? തിയേറ്ററുകൾ ഒരു പൂരപ്പറമ്പായി മാറുകയാണല്ലേ? തീർച്ചയായിട്ടും പൂരപ്പറമ്പ് അക്ഷരാർത്ഥത്തിൽ തന്നെ പറയണം. തുടക്കം വന്ന ലാലേട്ടൻ്റെ മാള സിനിമയായിരുന്നു 2 ആഴ്ച മുന്നേ വന്നത്. അതിനുശേഷം വന്ന ഗലീഫി ആണെങ്കിലും ബദലയം കുടുംബ യൂണിറ്റ് ആണെങ്കിലും വളരെ നന്നായിട്ട് പോകുന്നു. ഒരു എന്താ പറയേണ്ട ആർപ്പ് വിളികളും ആരവമൊക്കെ ആയിട്ട് പഴയ തിയേറ്റർ എന്താ പറയുക പ്രതാപം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. ഈ മലയാളികളുടെ ഒരു വലിയ നൊസ്റ്റാൾജിയ അല്ലേ ഓണക്കാലത്തൊരു സിനിമ കാണുക എന്നുള്ളത്? പണ്ട് മുതൽ ഏറ്റവും വലിയ ഹിറ്റുകൾ ഉണ്ടാകുന്നത് ഓണക്കാലത്ത്. തീർച്ചയായിട്ടും മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഓണം. ആ സമയത്ത് ആരോ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് നല്ല ഒരു തിരുവോണ സദ്യ കഴിച്ചിട്ട് പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സിനിമ കാണുക അല്ലെങ്കിൽ ബീച്ചിൽ പോവുക. അതിൽ പ്രാധാന്യം സിനിമയ്ക്കാണ്. അതിൽ നമ്മൾ അഭിമാനിക്കുന്നു. തവണ നിങ്ങളും കാര്യമായി തന്നെ ആഘോഷിക്കുകയാണോ? തീർച്ചയായിട്ടും. ഇതിൻ്റെ അകത്ത് എന്താ പറയുക, നമ്മളെ സിനിമാ തിയേറ്ററിൽ എല്ലാവരും അവധിയുള്ള സമയത്ത് ആഘോഷിക്കാൻ വരുന്നതാണ് തിയേറ്ററിൽ. പക്ഷേ അതിൻ്റെ പുറകിൽ അവധിയില്ലാത്ത ഒരു വിഭാഗമുണ്ട്. അതാണ് നമ്മുടെ തിയേറ്റർ ജീവനക്കാർ. എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ സമയത്ത് ഞങ്ങൾക്ക് ഓണവും വിഷുവും ഈ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ വരെ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ ഒന്ന് ഒത്തുചേരുക, അല്ലെങ്കിൽ അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനൊരു തുടക്കം ഇടുക എന്ന രീതിയിലാണ് ഈ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പം തിയേറ്ററിൽ തന്നെ തിയേറ്ററിൽ തന്നെ ആഘോഷിക്കുക. നമ്മുടെ തിയേറ്റർ ഡയറീസ് എന്നാണ് നമ്മുടെ കൂട്ടായ്മയുടെ പേര്. ഇപ്പോൾ തിയേറ്റർ ജീവനക്കാർക്ക് ഒരിക്കലും ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാനുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ അവരെ ഒരു വിഷമങ്ങളും സങ്കടങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ തിയേറ്ററിനകത്തേക്ക് തന്നെ ഒരു ഓണം കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നാണ് തിയേറ്റർ ഡയറീസ് എന്നുള്ള ഗ്രൂപ്പിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഈ തിയേറ്റർ ജീവനക്കാരായിട്ട് ഒന്നിച്ച് ഒരു ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. നമുക്ക് ഓണമൊക്കെ ഒരു പാട്ട് പാടിയാലോ? പാട്ടുകാരൊക്കെ ഇല്ലേ? ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. അടിപൊളി. ഈ നിങ്ങളൊക്കെ ജീവനക്കാർ കുടുംബാംഗങ്ങളാണോ അതോ? നമ്മളിവിടുത്തെ ജീവനക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കും വീടുകളിലൊക്കെ ആഘോഷിക്കുന്നതിനേക്കാളും നിങ്ങൾ കൂടുതൽ സമയം ഇവിടെയാണ്? തീർച്ചയായിട്ടും. നിങ്ങളൊക്കെ ഇവിടുത്തെ ജീവനക്കാർ തന്നെയാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ആഘോഷം? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സിനിമകളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? എങ്ങനെ നിങ്ങളാരും പാട്ടൊന്നും പാടത്തില്ലേ? രണ്ടുപേരും പാടാ. ഓണമൊക്കെ അല്ലേ? ഓണത്തുമ്പി പാടൂ ഓരോ രാവും. എന്തായാലും രണ്ടുപേരും പാടിയിരിക്കുന്നതും ഒരു ഓണ അകത്ത് നല്ല ശബ്ദമാണല്ലേ? ഈ നിങ്ങൾക്ക് ഒച്ചമ്പോളൊന്നും ഇല്ലേ? ഒരു ആർപ്പ് വിളിക്കാൻ മേലേ? ആർപ്പ് വിളിക്കാം. ഇതാണ് ആരവങ്ങളാണ് അകത്തും പുറത്തും എല്ലായിടത്തും. ഓണത്തിന്റെ ആവേശം ആഘോഷം വരുമ്പോൾ ഇത്തവണ തിയേറ്റർ ജീവനക്കാരും അവരുടെ ഓണം പൊടിമേളമാക്കി മാറ്റുകയാണ്, ആഘോഷ തിമിർപ്പിലാക്കി മാറ്റുകയാണ്. അനീഷ സൂചിപ്പിക്കുന്ന പോലെ തിയേറ്ററിനകത്ത് എപ്പോഴും ഈ ആസ്വാദകരുടെ ഒരു ആഘോഷ കാഴ്ചയാണ് എങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ, അവർക്ക് ഓണ ദിവസവും അവധിയില്ല. നമ്മുടെ സംസ്ഥാനത്ത് പല സെക്ടറുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് നമ്മളിന്ന് ന്യൂസ് ടൈംസ് ആരംഭിച്ചത് തന്നെ ഈ ഓണക്കച്ചവടവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ ടെക്സ്റ്റൈൽ ജീവനക്കാർ പറയുന്നതും ശ്രദ്ധിച്ചു കാണും. അവരും നാളെയും ഈ വിപണി സജീവമാകും എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.